ഹലോ, അസ്സലാമു അലൈക്കും. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങളിത് ഈ വെഡ്ഡിങ്ങിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. ഇന്ന് നമുക്ക് കല്ലമ്പലം വരെ ഒന്ന് പോവേണ്ട ആവശ്യമുണ്ട്. രാജകുമാരിയിൽ കയറിയിട്ട് ഗോൾഡിന് അതായത് താലിമാലയ്ക്ക് ഓർഡർ കൊടുക്കണം. പോകുന്ന വഴിക്ക് ഞാൻ ആറ്റിങ്ങലും വെട്ട്ലാൻഡിലും കൂടി ജസ്റ്റ് ഒന്ന് കയറി അവിടെ കളക്ഷൻ എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതിയാട്ടോ. ആ മോളും മോനും ഉമ്മച്ചിയൊക്കെ കാറിലാണ്. ഞാനും ബസ്സിൽ കൂടെ ഓടി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി അവിടെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്, എവിടെ നിന്ന് ഡ്രസ്സ് എടുക്കണം എന്ന് ഇതുവരെ ഫൈനലൈസ് ആയിട്ടില്ല. സോ അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയപ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ മാത്രം കയറിയിട്ട് കാര്യമില്ല, ട്രിവാൻഡ്രം സൈഡും കൂടിയുള്ള കടകളിൽ ഒന്നും കൂടി കയറി നോക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. ദൂരോട്ടൊക്കെ പോയി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ടൈം നമുക്കില്ലല്ലോ, പെട്ടെന്നുള്ള കല്യാണമല്ലേ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ രാജകുമാരിയിലേക്കാട്ടോ പോയത്. ആമിയും കൊണ്ട് ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു ടാസ്ക്കാണ്. കാരണം അവൾ അടങ്ങിയിരിക്കത്തില്ല. ഇപ്പോൾ വാപ്പച്ചിയും ഉമ്മച്ചിയും ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ വാപ്പച്ചിയുടെയൊക്കെ കയ്യിലിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെടുത്ത താലിമാല. ഈ ഒരു മോഡലാണ്, പക്ഷെ ലെങ്ത് കുറച്ചും കൂടി കൂട്ടുന്നുണ്ട്. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു ഗൈസ്. അവസാനം ഇക്ക എയർപോർട്ടിലെത്തി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയത്. വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. പക്ഷേ ഞങ്ങൾ 2.5 മണിക്കൂർ കൊണ്ടാണ് എയർപോർട്ടിലെത്തിയത്. അവിടെ നിന്ന് നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ദേ ആർ.കെ വെഡിങ് മോൾ ട്രിവാൻഡ്രത്താണ് കേട്ടോ പോയത്. അവിടെ വന്ന് അത്യാവശ്യം അവിടെയും നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി വെറ്റ്ലാൻഡിനെ അപേക്ഷിച്ച് ഇവിടെ റേറ്റ് സെയിം പീസ് തന്നെ അവിടെയുണ്ട്. പക്ഷേ ഒരു 5000 6000 ഓരോ പെർ ലെഹങ്കേഴ്സിനൊക്കെ റേറ്റ് കൂടുതൽ ആർ.കെ വെഡിങ് മാളിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ദേ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു, വീട്ടിൽ പോയി. പിറ്റേന്ന് അടുത്ത ദിവസം കൊല്ലം പോവാണ്. കൊല്ലത്തേക്ക് പോവേണ്ട അവിടെ ആ സൈഡിൽ കല്യാണമൊക്കെ കുറച്ച് വിളിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് കൊട്ടിയത്ത് പോഷ് വെഡിങ് റെന്റൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെ കയറിയിട്ട് അസിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ട്രയൽ നോക്കി കേട്ടോ. ഞങ്ങൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല. കുറേ ബട്ടൺസൊക്കെ പൊട്ടിയതും അങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നു ഉള്ളത്. പിന്നെ ഞങ്ങൾ നേരെ വെറ്റ്ലൻഡിലേക്ക് വിട്ടു. കൊല്ലത്താണ് കേട്ടോ വെറ്റ്ലൻഡിലേക്ക് പോയത്. കൊല്ലത്ത് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അസിയുടെ ഡ്രസ്സാണ് മെയിൻലി നോക്കാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ലെഹങ്കാസ് നമ്മുടെ ആർട്ടിക്കലിൻ്റെ നിന്നും കൂടുതൽ കളക്ഷൻസ് ഇവിടെ കണ്ടു. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി, എന്നിട്ട് നേരെ പോയിട്ട് അസിയുടെ ഡ്രസ്സ് നോക്കി. ഈ ഒരു സ്യൂട്ടാണ് അസിക്ക് എടുത്തത് കേട്ടോ. ഇതെടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവനൊരു ഗ്രൂമായിട്ട് എനിക്ക് ഇതിട്ടപ്പോൾ തോന്നി. അപ്പോൾ നമ്മൾ ഇത് തന്നെ എടുക്കാമെന്ന് കരുതി. വേറെ 2, 3 ഡ്രസ്സ് ട്രയൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ട് നോക്കിയ സമയത്ത് ചെറുതായിട്ടൊന്ന് ടൈറ്റാണ് വയറിൻ്റെ ഭാഗത്ത്. അപ്പോൾ നമ്മൾ അതൊന്ന് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് നേരെ ലെഹങ്ക സെഷനിലേക്ക് വീണ്ടും വന്നു. കുറച്ച് ലെഹങ്കാസൊക്കെ നോക്കി വെച്ചു കേട്ടോ. ഈ ഒരു അസിക്ക് ഒരു റെഡ് ഷെയ്ഡാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ റെഡ് നോക്കിയത്. ആ ഒരു ബ്ലാക്കിൻ്റെ കൂടെ കുറച്ചൊരു ഡാർക്ക് കളറാണ് നല്ലതെന്ന് കരുതിയിട്ട് റെഡ് നോക്കി. ഇനി ബ്രൈഡിനെ കൊണ്ടുവന്നിട്ടേ ഫൈനലൈസ് ചെയ്യൂ. അതിനുശേഷം നേരെ ഞാൻ പോയി സാരി സെഷനിലേക്ക് പോയി. ആ സമയത്ത് അസി വിളിക്കുന്നു, വാ നമുക്ക് റിസപ്ഷൻ്റെ അസിയുടെ ഡ്രസ്സ് ഒന്നും കൂടി നോക്കാമെന്ന് കരുതിയിട്ട്. ആമി എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുമായിരുന്നു. ആ സമയത്ത് ഇക്കായും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. അതേ കണ്ടില്ലേ 2 കത്തിവേഷങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ അസിക്ക് ഈ ഒരു ഡ്രസ്സാണ് ഫൈനലൈസ് ചെയ്തത്. ഇക്ക ഏതൊക്കെയോ മാറി മാറി എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടൊന്നും എടുത്തിട്ടില്ല ഇവിടെ നിന്ന്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ അസിയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ അസിയുടെ ആ ഒരു 2 ഡ്രസ്സും ഞങ്ങൾ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പിന്നെയും സാരി എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആമി ആകെ ബഹളമായിരുന്നു. അങ്ങനെ ആമിയെ കൊണ്ട് ഇക്ക കാറിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഈ ഒരു സാരി ആദ്യം നോക്കി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ, ആ എടുത്ത റെഡ് ലെഹങ്കയും ഈ ഒരു സാരിയും കൂടെ ഞങ്ങളുടെ ടോക്കൺ കൊടുത്തു വെച്ചു. കാരണം പിറ്റേന്ന് ഞങ്ങൾ ബ്രൈഡുമായിട്ട് അവിടെ വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് ടോക്കൺ കൊടുത്ത് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റമീസിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ തന്നെ 12 മണിയായി ട്ടോ. നെക്സ്റ്റ് ഡേ രാവിലെ 9 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് പിന്നെയും വീട്ടിലേക്ക് വന്നു. നമ്മുടെ ബ്രൈഡിനെയും കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ബ്രൈഡിന് അറബിക് ലെഹങ്കയാണ് കൂടുതലായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ 2, 3 എണ്ണം ട്രയൽ ചെയ്തു. പക്ഷേ ഇതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. സോ അവൾക്ക് കുറച്ച് ലൈറ്റ് കളേഴ്സ് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ അതെടുത്തത്. അപ്പോൾ നമ്മൾ ടോക്കൺ കൊടുത്ത് മാറ്റി വെച്ചിരുന്ന സംഭവമൊക്കെ മാറ്റി. പിന്നെ ഞാൻ ഇന്നലെ ടോക്കൺ കൊടുത്ത് എനിക്ക് മാറ്റി വെച്ച സാരി ഉണ്ടല്ലോ, അത് കുറച്ച് നല്ലൊരു ലൈറ്റ് കളറായി പോയി. അത് വേണമെങ്കിൽ റിസപ്ഷൻ എടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എനിക്ക് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതെടുത്തില്ല കേട്ടോ. അതും ടോക്കൺ കൊടുത്തത് രണ്ടും മാറ്റി. പിന്നെ അവിടെ ബാക്കി സാരീസ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ബില്ലെല്ലാം കൊടുത്തിട്ട് ആറ്റിങ്ങൽ പോയി. ആറ്റിങ്ങൽ നിന്നാണ് ബ്രൈഡിൻ്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ആറ്റിങ്ങൽ വെട്ട്ലൻഡിൽ കയറിയിട്ട് ഞാൻ സാരി നോക്കി. സാരി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സാരി ഇഷ്ടമായി. ഇത് ഉമ്മച്ചിക്ക് എടുത്തു, എൻ്റെ സാരി എടുത്തു. സോ ഞങ്ങളുടെ എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ വാപ്പച്ചിക്ക് ഷർട്ട് എടുത്തു.
വാപ്പച്ചിയും ഉമ്മച്ചിയൊന്നും വന്നിട്ടില്ല കേട്ടോ ഇന്ന്. അവർക്ക് ആകെ വീട്ടിൽ പെയിന്റിങ് നടക്കുന്നുണ്ട്, പണി നടക്കുന്നുണ്ട്. അപ്പം പിന്നെ അവർക്ക് അവിടുന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു സൈഡിൽ കൂടെ കല്യാണം വിളി. ആ, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഈ ഒരു കുർത്ത എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ അടച്ചു. ഒരു 9:30 ആയപ്പോഴത്തേക്കും അവിടുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ബ്രൈഡിന്റെ റിസപ്ഷന്റെ ലെഹങ്ക ഓർഡർ ചെയ്യാനായിട്ട് കൊല്ലത്ത് കൊടുത്തിട്ടുണ്ട്. അത് മേടിക്കാനായിട്ട് കല്യാണത്തിന് 2 ദിവസം മുന്നേ വരണം. ബാക്കി ഡ്രസ്സെല്ലാം നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വെഡ്ഡിങ്ങിന്റെ ഷോപ്പിംഗ് സീരീസ്. ഇനിയിപ്പോൾ ആ ഒരു കല്യാണത്തിന് 2 ദിവസം മുന്നേ ആ ലെഹങ്ക റിസപ്ഷന്റെ ഡ്രസ്സ് മേടിക്കാൻ വന്നത്, സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് മേടിക്കാൻ വന്നത് ഉണ്ട് പക്ഷെ ഞാൻ പോയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ആമിയും കൊണ്ട് സ്ഥിരം ഇങ്ങനെ നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അവൾ കോപ്പറേറ്റ് ഒക്കെ ചെയ്യും, പക്ഷെ അവൾ ആഹാരം ഒന്നും അവൾ കഴിക്കത്തില്ല. അപ്പൊ രാവിലെ തൊട്ട് രാത്രി വരെ 2 ദിവസം പോയപ്പോ തന്നെ കുഞ്ഞാകെ ടയേർഡായി. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു വെഡ്ഡിങ്ങിന്റെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. ബാക്കി വെഡ്ഡിങ് വീഡിയോസും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.